രാവിലെ അടുക്കളയിൽ കയറുമ്പോൾ തന്നെ ദിവസം ഒഫീഷ്യലി സ്റ്റാർട്ടാവും. പക്ഷേ ശരീരം സ്ലീപ്പ് മോഡിലാണ്. അതാണ് യാഥാർത്ഥ്യം. അങ്ങനെ ഫ്രിഡ്ജും തുറന്ന് കുറേ നേരം അവിടെ അങ്ങനെ ആലോചിച്ച് നിന്ന് ഇന്ന് മോന് സ്കൂളിലേക്ക് എന്ത് കൊടുത്തയക്കും എന്നുള്ളതാണ് ആലോചന. മൂപ്പർക്ക് എന്നും സ്കൂൾക്ക് പൊട്ടാറ്റോ ഫ്രൈ ആക്കിയത് വേണം. പക്ഷേ എന്നും ഇങ്ങനെ ഈ ഫ്രൈഡ് ഐറ്റംസ് കൊടുക്കുന്നത് അത്ര നല്ലതല്ല. ഇന്നത്തെ ലഞ്ച് ബോക്സ് എന്തായാലും അവൻ്റെ കണ്ണ് വെട്ടിച്ച് വേണം തയ്യാറാക്കാൻ. ഇപ്പോഴത്തെ ഈ ഒരു തണുപ്പിന് ഒരു കട്ടൻ മസ്റ്റാണ്. അപ്പോൾ പിന്നെ വേഗം കട്ടനൊക്കെ കുടിച്ച് ചോറിനുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങി. അങ്ങനെ അതവിടെ റെഡി ആവട്ടെ. അപ്പോക്കിന് മോന് സ്കൂൾക്ക് കൊടുത്തയക്കാൻ പയറൊക്കെ വേഗം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് വേവിച്ചെടുക്കണം. 5 മണിക്ക് എണീക്കാൻ വേണ്ടി അലാറം വെച്ച് ഞാൻ എണീറ്റത് 5:30ക്കാണ് കേട്ടോ. 5:30 എന്ന് പറഞ്ഞാലും അത് തെറ്റിപ്പോവും. 5:30 കഴിഞ്ഞിട്ടുണ്ട് എണീക്കുമ്പോൾ. രാവിലെ എണീക്കുക എന്നുള്ളത് കുറച്ച് ടാസ്ക് ആണെങ്കിലും എണീറ്റ് കഴിഞ്ഞ് ഒരു കട്ടനൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ കുറച്ചൊക്കെ ഒന്ന് അങ്ങോട്ട് സെറ്റാവും. നേരം വഴുകി എണീറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നിനും ഒരു സമയം ഉണ്ടാവില്ല. ഒക്കെ ഷടപടേന്ന് അങ്ങോട്ട് ചെയ്യേണ്ടി വരും. പക്ഷേ നേരത്തെ എണീറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒക്കെ നമുക്ക് അങ്ങോട്ട് സ്ലോ ആക്കി ചെയ്യാം. നമ്മുടേതായിട്ടുള്ളൊരു സമയമൊക്കെ കണ്ടെത്താൻ ബെസ്റ്റാണ്. ഇങ്ങനെയൊക്കെ പറയുമെങ്കിലും നീക്കുക എന്നുള്ളത് കുറച്ച് ടാസ്ക്കുമാണ്. ഇന്ന് പെട്ടെന്നാവുന്ന എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം തന്നെ ഉപ്പുമാവാണ് മൈൻഡിൽ വന്നത്. അതുകൊണ്ട് പെട്ടെന്ന് അത് റെഡിയാക്കി. അപ്പോക്കിന് നമ്മുടെ ചോറൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. അങ്ങനെ മോൻ്റെ സ്കൂൾക്കുള്ള ലഞ്ചൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട്. 2 ദിവസം മുന്നേ ഇക്ക വരുമ്പോൾ നെല്ലിക്ക കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. മടി കാരണം അത് ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇന്നെങ്കിലും അത് ഉപ്പിലിട്ട് വെക്കണം. നെല്ലിക്കയ്ക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി. ഇനി നമുക്ക് ഉപ്പിലിടാനുള്ള പരിപാടികളൊക്കെ നോക്കാം. ഉപ്പിലിട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിവിടെ 2 ദിവസം പോലും തികയ്ക്കില്ല കേട്ടോ. ഞാനും മോനും പിന്നെ ഇക്കയും ഞങ്ങൾ 3 ആളുമാണ് ഇതിൻ്റെ ഫാന്. മോൻ്റെ കാര്യം പിന്നെ പറയേ വേണ്ട. അപ്പോൾ ഇന്നത്തെ ഒരു കുട്ടി വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ.